തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളെ തുടർന്ന് ഡിപ്രഷന്റെ ഗുളിക കഴിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് നടി ഹണി റോസ്. കുറച്ച് ഉത്കണ്ഠ കൂടുതലുണ്ടെങ്കിലും തന്നിലൊരു പോരാളിയുമുണ്ട്. അതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുക്കാൻ സാധിച്ചതും പോരാടാൻ തീരുമാനിച്ചതുമെന്നാണ് ഹണി റോസ് പറയുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ. എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഇതിനെ നേരിടണമെന്ന തീരുമാനമെടുത്തത്. മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാനുള്ള എല്ലാ സാഹചര്യവും എനിക്കുണ്ട്. എന്നിട്ട് പോലും മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഡിപ്രഷന്റെ ഗുളിക കഴിക്കേണ്ടി വരുന്നു. ഇതിന്റെ കാരണം എന്തെന്ന് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നു എന്നത് റിയാലിറ്റിയാണ്. മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചു. ആ സമയങ്ങളിൽ മെന്റൽ സ്ട്രെസ്സും ഭയങ്കരമായിരുന്നു. പുറത്ത് കാണുമ്പോൾ എന്നെ ചിരിച്ച മുഖവുമായി നിങ്ങൾ കാണുമെങ്കിലും നിങ്ങൾ അറിയാത്തൊരു ബുദ്ധിമുട്ട് മാറി നിന്ന് നേരിടുന്നുണ്ട് എന്നത് റിയാലിറ്റിയായിരുന്നു. കുറച്ച് ഉത്കണ്ഠ കൂടുതലുള്ള ആളാണ് ഞാൻ. പക്ഷേ ഉള്ളിലൊരു പോരാളിയുണ്ട്. അവസാനം ഇതിനെതിരെ പോരാടാൻ തീരുമാനിച്ചപ്പോൾ മനസ്സിൽ നിന്നും വലിയൊരു ഭാരം ഇറക്കിവെച്ചതുപോലെയായിരുന്നു. ആ മെന്റൽ സ്ട്രെസ് ഇപ്പോഴും ഉള്ളിൽ തന്നെയുണ്ട്. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആളാണ് ഞാൻ. നിവൃത്തിക്കേട് കൊണ്ട് മുന്നോട്ട് പോയതാണ്. കേസിലെ നടപടികൾ പ്രത്യേകിച്ച് സന്തോഷവുമില്ല. ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നത് മാത്രമായിരുന്നു ചിന്ത. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയോ സ്വഭാവമോ ഒന്നും അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ നാടൻ വസ്ത്രം ധരിച്ചാൽ മാത്രമേ നല്ല സ്ത്രീയായി മാറൂ എന്നൊക്കെയുള്ള ചിന്താഗതി ഇപ്പോഴും വെച്ച് പുലർത്തുന്ന ആളുകളുണ്ടെന്ന് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ടെന്നാണ് ഹണി റോസ് പറയുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തെക്കുറിച്ചും സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചുമൊക്കെ ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ സംഭവമായിരുന്നു ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിവാദം. ഒരു നടി എന്നതിലുപരി സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്ന ഹണി റോസ് നിരന്തരം സൈബർ അധിക്ഷേപങ്ങൾക്ക് ഇരയാവുകയും ബോബി ചെമ്മണ്ണൂരിന്റെ ദ്വയാർത്ഥ പ്രയോഗം അതിര് കടക്കുകയും ചെയ്തതോടെയാണ് പരാതിയിലേക്ക് നീങ്ങിയത്. ബോബി ചെമ്മണ്ണൂർ, രാഹുൽ ഈശ്വർ എന്നിവർക്കെതിരെയായിരുന്നു ഹണി റോസ് പ്രധാനമായും പരാതി നൽകിയത്. തുടർച്ചയായ അധിക്ഷേപങ്ങളിലൂടെ അപമാനിച്ചു എന്ന കുറ്റത്തിന് ഒടുവിൽ ബോബി അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ഒരിക്കലും കേസ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നില്ല പ്രതികരിക്കാൻ തുടങ്ങിയത് എന്നാണ് ഹണി പറഞ്ഞത്. മാനസികമായി വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെങ്കിലും അത് അറിയിക്കുകയാണ് ചെയ്തത് എന്നും അതിന്റെ അങ്ങേയറ്റം എത്തിയപ്പോഴാണ് കേസിലേക്ക് കടന്നതെന്നും ഹണി വ്യക്തമാക്കി. ഇതിലെ മറ്റൊരു കാര്യം എന്തെന്നാൽ ഞാൻ കൊടുത്തത് ലൈംഗികാധിക്ഷേപ പരാതിയാണ്. പക്ഷേ ചിലർ അത് വസ്ത്രത്തിന്റെ വിഷയമാക്കി മനോഹരമാക്കി ഒതുക്കി തീർത്തു. നല്ല വസ്ത്രം ഇടുന്നവരും പല കാര്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. എനിക്ക് യോജിച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. അതിൽ ഒരു ആത്മപരിശോധനയും എനിക്ക് ഇതുവരെ നടത്തേണ്ടി വന്നിട്ടില്ല എന്നാണ് ഹണി റോസ് പറഞ്ഞത്.